കനത്ത മഴ തുടരുന്നതിനിടെ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. വടകര നഗരസഭയിൽ വരുന്ന പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ താഴെ അങ്ങാടി ഭാഗത്ത് വീടുകളിലൊക്കെ വെള്ളം കയറിയ സ്ഥിതിയാണ്. എനിക്ക് പിറകിൽ കാണാൻ സാധിക്കും. ഈ പരിസരത്തുള്ള വീടുകളിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. താഴെ അങ്ങാടി മത്സ്യ മാർക്കറ്റ് പരിസരത്തുള്ള വീടുകളാണിത്. ലീഗ് ഓഫീസ് പരിസരത്തുള്ള ഇത് ഫുട്പാത്താണ്. ഇതിനടിയിൽ കൂടി വെള്ളം ഒഴുകുന്നതാണ്. പക്ഷേ വർഷങ്ങളായി ഈ ഒരു ഡ്രൈനേജ് ശുചിയാക്കാത്തത് കൊണ്ട് തന്നെ മണ്ണും ചെളിയും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഓവുചാലിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകി വീടുകളിലേക്ക് കയറുന്ന സ്ഥിതിയാണ്. ഈ പരിസരത്തുള്ള വീടുകൾ പല വീടുകളിൽ നിന്നും രാവിലെ മുതൽ ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുവീടുകളിലേക്ക് ഉൾപ്പെടെ താമസം മാറുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വീടുകളും തറയ്ക്ക് മുകളിൽ വരെ വെള്ളം എത്തിയിരിക്കുകയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. കഴിഞ്ഞ ദിവസം JCB എത്തിച്ച അല്പം മണ്ണ് ഇവിടെ നിന്ന് നീക്കിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് എവിടെയും ഒന്നും ആയിട്ടില്ല. കസ്റ്റംസ് റോഡ് ഭാഗത്തും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ട്. റോഡ് മുങ്ങുന്ന സ്ഥിതിയുണ്ട്. അത്തരത്തിൽ മഴ തുടങ്ങുമ്പോഴേക്കും എല്ലായിടത്തും വെള്ളം വലിയ പ്രശ്നമായിരിക്കുകയാണ്. മഴക്കാലത്തിന് മുന്നോടിയായി ഓവുചാലുകൾ ശുചീകരിക്കാത്തതും ഒഴുക്ക് സുഗമമാക്കാത്തതുമാണ് ഇത്തരത്തിൽ മഴ തുടങ്ങുമ്പോഴേക്കും പ്രശ്നം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് മഴ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ സ്ഥിതി എന്താകുമെന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാർ. ഇതെന്ന് വെച്ചാല് ഷാദിമഹല് മുതൽ മറ്റേ ചോളംവയല് CM ഹോസ്പിറ്റൽ ടൗൺ ഏരിയ ആ വെള്ളമെല്ലാം ഈ ഫുട്പാത്തിൻ്റെ ഉള്ളിൽ കൂടി വരുന്നത്. ഇത് ഒരുപാട് കാലങ്ങളായി ഈ ഫുട്പാത്തിൻ്റെ ഉള്ളിൽ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ കണ്ടമാനം ചളിയും ഇതെല്ലാം ഉണ്ടായിട്ട് ഇപ്പം മെഞ്ഞാന്ന് ഒരു ഇറ്റാച്ചി വന്നിട്ട് ചെറുങ്ങനെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് പോയിക്കും. ആ മണ്ണുകളല്ലാതെ ഇതിൻ്റെ ഉള്ളിലെല്ലാം കണ്ടമാനം ചളികളും മണ്ണുകളും പിന്നെ സ്ലാബ് പൊട്ടിയതും ഒരുപാട് കാലങ്ങളായി. നമ്മൾ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടും ഇതിനൊരു പരിഹാരം കാണുന്നില്ല. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലെല്ലാം ഫുള്ള് വെള്ളം. ആ കാണുന്നെല്ലാം എൻ്റെ വീടാണ്. അതെല്ലാം ഫുള്ള് വെള്ളത്തിലാണ്. ഓലെല്ലാം ഇപ്പം മാറി താമസിക്കുന്നതാണ്. ഒരുപാട് കാലമായി നമ്മൾ അനുഭവിക്കുന്നു. ഇതിനൊരു പരിഹാരം ആരും ഇതിനൊന്നും കാണിക്കുന്നില്ല. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഒപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും.